ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ എണീറ്റപ്പം തന്നെ കാണുന്ന കാഴ്ച ഫുൾ ഹാർഡ് വർക്കിംഗ്. എത്ര ദിവസം ഉണ്ടോ ഓടി? My hard working wife. Good morning guys, this is day 3 after marriage. അപ്പോൾ ആദ്യം തന്നെ മാരേജിന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഫോണോടെ അപ്പോൾ നമ്മൾ എന്താ ഗിംബൽ ഈസ് റെഡി ടു യൂസ് ഗൈസ്. കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഫസ്റ്റ് പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പോകാനുണ്ട്. കണ്ണൂരേക്കാണ്, കണ്ണൂരിലെ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൽ. അപ്പോൾ ഇനിയില്ല സമയം, അതിന് എന്ത് കണ്ടൻറ്റ് സെറ്റാക്കണം എന്നാണ് ഇനിയത്തെ ചിന്ത. സമയം 12 മണി. നമ്മൾ നേരെ വെല്ലിച്ചനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ വെല്ലിച്ചനെ കാണാനിത് വെല്ലിച്ചൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതായത് അമ്മേൻ്റെ ഏച്ചീൻ്റെ വീട്ടിലാണ്. വെല്ലിച്ചനില്ല ഇപ്പം. സാധനം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ബിരിയാണി ആക്കി വെച്ചില്ലേ? വെറും കൈയോടെ വരൂലേ നമ്മള്, മനസ്സിലായാ? അമ്മട്ടാ ഹൗ ആർ യു? ഗുഡ്. നിങ്ങളെല്ലാം എങ്ങനെയുണ്ട്? വിളിച്ച മൈ വൈഫ്. മൈ വൈഫ്. അതെയാ? യെസ്. കാണിക്കാൻ പറ്റിയ കോലം ഫേവറേറ്റ് മോളെ. ആര് തമ്മട്ടാ? അങ്ങോട്ടാ രാവിലെ 6 മണിക്ക് എണീറ്റ് എന്റെ വീട് അടിച്ചു വാരി ഫുഡ് ഉണ്ടാക്കി തന്ന്. ഇതല്ല ഇവിടെയെല്ലാം ഒന്നുണ്ട് പോത്ത്. മൈ വൈഫ്. അതെയാ? ആ പണ്ട് പുത്തൻ പെണ്ണ് മറ്റൊന്ന് ചെയ്യൂ, പിന്നെ പെണ്ണെങ്കിൽ അതുപോലെ കേട്ടോ. കണ്ടിന്യൂ പോയാ മതി. ഓവറായിട്ടൊന്നും വേണ്ട, ഓവറായിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞേ. നോർമൽ മതി. ഞാൻ അപ്പൊ വീഡിയോ കോൾ ആക്കി വലിച്ചാ വീട്ടിൽ ചോദിച്ചാ പോത്തിനോട് കിടന്നുറങ്ങുന്ന. അതെയാ? 10 മണിക്ക് നീ കുളിച്ചില്ല? രാവിലത്തെ ഡ്രസ് തന്നെയാണല്ലോ. മേക്കപ്പ് ചെയ്തില്ല നീ? എന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് കഴിച്ചില്ല. അപ്പൊ അടിയായി. ആഴ്ചക്ക് ഒരു ചോദിച്ചാ പോരെ? വിളിച്ച എന്റെ ഭാര്യനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. എന്റെ ഭാര്യനെ കൊണ്ട് നിങ്ങളെ മോള് പണിയെടുപ്പിക്കുന്നു. അതെയാ? തീർച്ചയായിട്ടും വേണ്ടതാണ്. കൺട്രോളിംഗ് അതോറിറ്റി അത് തന്നെയാണ് അല്ലേ? ടീച്ചർ ടീച്ചർ മേക്കപ്പ് ചെയ്ത് റെഡിയായി നിൽക്കായിരുന്നു. നമ്മളെ വല്യച്ഛനെ കണ്ടിട്ട് ഇനി നേരെ നമ്മളെ വീട്ടിലേക്ക് ആദ്യം പോകുന്നത്. എന്തിനാന്ന് വെച്ചാല് അവിടെ നിന്ന് എൻ്റെ മൈക്കെല്ലാം എടുക്കണം, എന്നിട്ട് വേണം വ്ളോഗിൻ്റെ അടുത്തേക്ക് എത്താൻ. വ്ളോഗല്ല, സോറി, പ്രൊമോ വീഡിയോ. വടകര പാർക്കോ ഹോസ്പിറ്റലിൻ്റെ അവിടെയുള്ള ബ്ലോക്കാണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ച് ഇനി ചുറ്റിയിട്ടാവും നമ്മളെ വീട്. ഏച്ചീനെ വിളിച്ചിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീം. ഇങ്ങനെത്തിനാ നോക്കുന്ന സ്മോക്കി? നാളല്ലേ വന്നേ. മോ കഞ്ഞിനെന്നെ കാണായിട്ട് ഒരു ചുണ്ട കഞ്ഞിനമുത്തേ. മോ കഞ്ഞിനാവുള്ളൂ. കടഞ്ഞടാ.
ഷുക്കിനെ കണ്ടില്ല പുത്തേ, 2 ദിവസമായിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇത്ര ഒച്ചിട്ടില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ നമ്മളെ എന്നിട്ട് രാത്രി പടായി പറയാ ഉറങ്ങുന്നില്ല പോലും. ഇതാ ഉറങ്ങുന്ന നോക്ക്. ഉച്ചക്ക് ഉറങ്ങിയാ പിന്നെ എങ്ങനെ രാത്രി ഉറങ്ങുവാ? വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി നമ്മൾ നേരെ പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിലെ ഫാമിലി വെഡിങ് സെന്ററിലേക്കാണ് പോകുന്നത്. സ്നേഹത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞെന്നോ. അപ്പോൾ ആഫ്റ്റർ വെഡിങ് എൻ്റെ ഫസ്റ്റ് വ്ലോഗ്, അതായത് പ്രൊമോഷൻ വീഡിയോ നമ്മൾ ആ കണ്ണൂരിലെ ഫാമിലി വെഡിങ് സെൻറ്ററിലിരുന്നു. അതങ്ങ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി എഡിറ്റിംഗ് പരിപാടിയൊക്കെ വീട്ടിലെത്തിയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി എങ്ങോട്ടാണ് ഇനി അടുത്ത് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും കഴിക്കാൻ വാങ്ങി തന്നാൽ ഭാഗ്യം. അതിലിന്നും ഇന്നും കൂടെ കൂടാനോമൽ പെണ്ണുണ്ട്, അവളില്ലെങ്കിൽ ഞാനില്ലേ മണ്ണിൽ എല്ലാം എൻ പെണ്ണ്. പെണ്ണില തിങ്കളിൽ താലിയോടെ എന്നിലെൻ പാതിയായി പെയ്ത പെണ്ണ്. ഗൈസ്, നമ്മളെ നാട്ടിലെ ഹൈവേ ഈസ് ഡെവലപ്പിംഗ്. 2 സൈഡിലും നല്ല അടിപൊളി പ്രകാശമുള്ള ലൈറ്റ് ഉണ്ട്. പറഞ്ഞതിലൊരു ചെറിയ മാറ്റമുണ്ട്. ലൈറ്റ് ഉണ്ട് പക്ഷെ കത്തുന്നില്ല ചില സ്ഥലത്ത്. കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലെ ഫസ്റ്റ് ഡിന്നർ അപ്പോഴോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു പോവാണ് ഗൈസ്. യാത്ര പറയാൻ നിൽക്കുന്നത് അച്ഛനമ്മ, വല്യമ്മ, അപ്പോഴോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു ദിവസം അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചെൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെത്തി.